നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലാനറ്റ് ഇൻ 6th ഹൗസ്, അതായത് 6ാം ഭാവത്തിൽ നിൽക്കുന്ന പ്ലാനറ്റ്സ് തരുന്ന സൂചനകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആറാം ഭാവം എന്ന് പറയുമ്പോൾ 6ാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോസ് എല്ലാം ഒന്ന് പോയി കാണണം. കണ്ടിട്ട് 6ാം ഭാവത്തിൻ്റെ കാരകനായിരിക്കുന്ന ശനിയെയും കുജനെയും കുറിച്ചും ഉള്ള വീഡിയോസും ഒന്ന് കണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പഠിച്ചിട്ട് വേണം 6ാം ഭാവത്തിലേക്ക് വരാൻ. 6ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 6ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ച് പറയുന്നതാണ്, നമ്മുടെ ചെറുകിട ജോലികളെക്കുറിച്ച് പറയുന്നതാണ്, നമ്മുടെ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റുകളെ കുറിച്ച് പറയുന്നതാണ്. ഈ ജന്മത്തിലെ ഡെപ്റ്റ് എന്ന് പറയുമ്പം ലോണുകളൊക്കെ, കടം, ലോണുകൾ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ്, ഇതെല്ലാം 6ാം ഭാവം കൊണ്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട്സുകൾ, നമ്മുടെ ശത്രുക്കൾ, എനിമീസ്, അതായത് നമ്മളോട് ഇഷ്ടമല്ലാത്ത ആൾക്കാർ, അത് കുടുംബത്തിലും ഏത് തരത്തിലും നമുക്ക് ശത്രുത വരുന്നവർ, നമ്മളെ തേച്ചിട്ട് പോകുന്നവർ, നമ്മളെ വേദനിപ്പിച്ചിട്ട് കടന്നു പോകുന്നവർ, അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിൻ്റെയും പരാജയങ്ങൾ, അതേപോലെ തന്നെ 6ാം ഭാവം കൊണ്ട് ശരിക്കുമുള്ള റിലേഷൻഷിപ്പ്, അതായത് വിവാഹ ജീവിതത്തിൻ്റെയും കൂട്ടുകച്ചവടത്തിൻ്റെയൊക്കെ ഒരു പരാജയ സ്ഥാനമാണ് 6. അപ്പം 6ാം ഭാവത്തിൽ ഏതേത് ഗ്രഹങ്ങളൊക്കെ നിന്നാൽ പാസ്റ്റ് ലൈഫ് നിമിത്തം എന്തെന്ത് സൂചനകളാണ് നൽകുന്നതെന്ന് കൂടി ഒന്ന് നോക്കാം. പക്ഷേ ഈ ഫലം പൂർണ്ണമാവണമെങ്കിൽ ഈ പ്ലാനറ്റ് റെട്രോഗ്രേഡ് ആവണം. റെട്രോഗ്രേഡ് ആണെങ്കിൽ, പ്രത്യേകിച്ച് രാഹുകേതുക്കൾ എപ്പോഴും റെട്രോഗ്രേഡാണ്, തിരിഞ്ഞ് സഞ്ചരിക്കുന്നവരാണ്. പക്ഷേ ഉറപ്പിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചതാരാഗ്രഹങ്ങൾ ഇവർ തിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ, റെട്രോഗ്രേഡാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പൂർവജന്മത്തിലേക്കും പാസ്റ്റിലേക്കും ഉള്ളിലേക്കും ഇൻറ്റേണലായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഒക്കെയാണ് അതിൻ്റെ സൂചന. തിരിഞ്ഞു മുന്നോട്ട് പോകുന്നത്, തിരിഞ്ഞാണ് പോകുന്നത്. റിവേഴ്സ് ഗിയറിലാണെങ്കിലും അത് പൂർവ്വജന്മത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇതെല്ലാം നമ്മൾ പല ചാപ്റ്ററുകളിൽ പല കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് പറയാം. ഇനി നമുക്ക് തുടക്കമൊക്കെ പഠിച്ച പോലെ തന്നെ ബേസിക്സ് പഠിച്ചു, രാശികളെക്കുറിച്ച് ഭാവം പഠിച്ചു, അതിനുശേഷം നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചതുപോലെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ 1, 2, 3 എന്ന് പഠിക്കാൻ പറ്റത്തില്ല. പല വിഷയങ്ങൾ നമ്മൾ എടുത്തിട്ടിട്ട് അതിനെ എങ്ങനെയൊക്കെ നോക്കാം എന്നുള്ളതും കൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറേ ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിരവധി സബ്ജക്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഒന്നാമത്തേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുജനും ശനിയുമാണ് ഈ ഭാവത്തിൻ്റെ സിഗ്നിഫിക്കേറ്റർ എന്ന് മനസ്സിലായല്ലോ. കുജൻ്റെയും ശനിയുടെയും കാരകത്വങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ തന്നെ 6ാം ഭാവത്തിൻ്റെ കാരകത്വവും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കാം. നമുക്ക് വിഷയങ്ങൾ നോക്കാം. 6ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ എന്തായിരിക്കും? ശുക്രൻ്റെ കാരകത്വങ്ങൾ മനസ്സിലാക്കണം. അത് ശത്രുസ്ഥാനത്താണ് പോകുന്നത്. ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ കഷ്ടപ്പെടാൻ ഈ ജന്മം സാധ്യതയുണ്ട്. ശുക്രൻ്റെ പ്രധാന കാരകത്വം എന്തൊക്കെയാണ്? റിലേഷൻഷിപ്പ് അല്ലേ, സെക്ഷൽ പ്ലഷർ അല്ലേ, ലവർ അല്ലേ, 7ാം ഭാവത്തിൻ്റെ കാരകനും കൂടെ അതങ്ങ് മാറിപ്പോയി. അപ്പം ആ വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. അത് പൂർവ്വജന്മമായിട്ട് വന്നതാണ്. അത് ഡെപ്റ്റാണ്, അനുഭവിക്കാതെ പോകത്തില്ല. അതിൻ്റെ കാര്യകാരണങ്ങൾ വരും. നിങ്ങൾ നോക്കി വെച്ചു, ഒബ്സർവ് ചെയ്തു, വരും. ഉറപ്പിച്ചോ അത്. അതേപോലെ 6ാം ഭാവത്തിൽ ശനി നിന്നാൽ എന്തായിരിക്കും ഫലം? ചിന്തിച്ച് നോക്കിയാൽ ശനി കടത്തിൻ്റെ കാരകനാണ്, മടിയുടെ കാരകനാണ്, കഷ്ടപ്പാടിൻ്റെ കാരകനാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ക്ലീനിങ് പ്രോസസ്സ് നടത്തുന്ന എല്ലാ അവയവങ്ങളുടെയും ആ ക്ലീനിങ് പ്രോസസ്സിൻ്റെ കാരകനാണ് ശനി. അപ്പോഴൊക്കെ പ്രശ്നം വരും. കോൺസ്റ്റിപ്പേഷൻ, പുറത്തേക്ക് തള്ളുന്ന വിഷയങ്ങൾ, വാദസമ്മതം, ജോയിൻസിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാവാതിരിക്കുന്നത്, അതേപോലെ മടി, കടം, കഷ്ടപ്പാടിൽ നിന്നും കരകയറാൻ പറ്റാത്തത്, ശത്രുക്കളെ ജയിക്കാൻ പറ്റാത്തത്, എപ്പോഴും ശത്രുക്കളുടെ മുന്നിൽ തല താഴ്ത്തേണ്ട അവസ്ഥ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ 6ലെ ശനി തരും. പക്ഷെ 6ലെ പൊതുവെ ശനി എന്ന് പറയുന്നത് കുറച്ച് കാലം കഴിയുമ്പം ഈ കടം കഷ്ടപ്പാടിൽ നിന്നൊക്കെ കര കയറാനുള്ള സാധ്യതയും കണ്ടിട്ടുണ്ട്. പലപ്പോഴും അത് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലോ
അല്ലെ ശനിയുടെ തന്നെ നക്ഷത്രത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ലൈഫിൻ്റെ ഒരു പീരീഡ് നന്നായിട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അലഞ്ഞ് തിരിഞ്ഞൊക്കെ വന്നിട്ട് ഒരു സക്സസ് ഉണ്ടാവും. എന്നാലും അവിടെയും ചില പ്രശ്നങ്ങൾ ഇവരെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കും. അതാണ് സാറ്റേൺ പ്ലേസ്മെൻറ്റ് 6th അത് ചെയ്ത് തീർക്കേണ്ടതാണത്. മനസ്സിലാവുന്നുണ്ടോ? സാറ്റേൺ ആ ഭാഗത്ത് വരുന്നത് നിങ്ങൾ ആ അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ച് കടന്നു പോകേണ്ടതാണ്. നിങ്ങളായി തീരാൻ, മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങളായി തീരാൻ ഈ കാര്യങ്ങൾ അനുഭവിച്ച് കടന്നു പോകണം. അപ്പോൾ അതിനുള്ള റെമഡീസും നിങ്ങൾ സാറ്റേൻ്റെ കാരകത്വത്തിലുള്ളത് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ളതും ചെയ്ത് കൊള്ളണം. അതേപോലെ ഗുരു 6ൽ നിൽക്കുമ്പം എന്ന് പറഞ്ഞാൽ പൊതുവെ സന്താനങ്ങൾ നിമിത്തം ദുഃഖം, അതുപോലെ തന്നെ ക്രിറ്റിസിസം ഉണ്ടല്ലോ, അതൊന്നും എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലാതെ വരിക, പൊതുവെ നേച്ചറിൻ്റെ ഒരു സപ്പോർട്ട്, ലക്ക് ഭാഗ്യക്കുറവ് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ, ജീവിതത്തിൻ്റെ 2ാം പകുതി കഴിയുമ്പം വ്യാഴം നല്ല ബലപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ 6ലാണെങ്കിലും അതിൻ്റെ ഒരു ഗുണാനുഭവങ്ങൾ വരും. പക്ഷെ എന്നാൽ പോലും ഈഗോ, ക്രിറ്റിസിസം ഒന്നും അവർക്ക് പറ്റത്തില്ല. അവർക്ക് അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥകൾ വരും. പൊതുവെ 6ലും 8ലും നിൽക്കുന്ന വ്യാഴം എന്ന് പറയുന്നത്, 6, 8, 12 നിൽക്കുന്ന വ്യാഴം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ റേഞ്ചിന് മേളിൽ, ഒരു പ്രത്യേക റേഞ്ചിന് മേളിൽ യൂണിവേഴ്സൽ ട്രൂത്തിൻ്റെ റേഞ്ചിലേക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവും. കുറേ എപ്പോഴും അവരുടെ ശ്രദ്ധ മൊത്തം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും. അത് സ്പിരിച്വൽ ആവും. വ്യാഴം നല്ല ബലമൊക്കെ പെട്ട് കഴിഞ്ഞാൽ സ്പിരിച്വലൊക്കെ ആവും. പക്ഷേ എന്നാൽ പോലും ഒരു റേഞ്ചിന് മേളിൽ വരാൻ പറ്റില്ല. പക്ഷെ ഭൗതികപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ ഭാവിയിൽ വിജയിക്കുകയും ചെയ്യും. അതുപോലെ അടുത്തത് 6ലെ കേതുവാണ്. കേതു എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ എഫക്റ്റുകളൊക്കെ അടിക്കുക, ആക്സിഡൻറ്റ്, സർജറികൾ, അറിയാത്ത രോഗങ്ങൾ, നമ്മൾ എന്താ അസുഖം എന്നുള്ള അറിയും, വെറുതെ കയ്യിൽ നിന്ന് കാശ് ചിലവായി പോലെ, കടം, എന്ത് ചെയ്തിട്ടും ഒരു ഇതില്ലാതെ വരുന്നത്. അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങൾ, ലൈംഗിക വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ധാരാളം പൈസ മുടക്കും. ഈ 6ലെ കേതുക്കാർ ഒരുപാട് പൈസ അങ്ങനെയൊക്കെ മുടക്കി നഷ്ടവും കടവും ഒക്കെ അങ്ങനെയുള്ളത് വരും. ചൂതാട്ടം, രാഹുകേതുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ 12ലെ രാഹുവിന് ഈ ഒരു ശയന സംബന്ധമായിട്ടുള്ള ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെ 6 കേതു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകൾക്ക് ധാരാളം ധനം മുടക്കേണ്ടി വരും. രോഗം, ആക്സിഡൻറ്റ്, സർജറി ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതൊരു പാസ്റ്റ് കർമ്മയാണ്. അതിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഒരിക്കലത് വന്ന് കടന്നു പോയാൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊള്ളുക. കേതുവിൻ്റെ കാരകത്വത്തിലുള്ള പരിഹാരങ്ങൾ ദശാപഹാര കാലങ്ങളും ഈ രാശിയിലൂടെ ശനിയും ഒക്കെ കടന്നു പോകുന്ന സമയത്ത് സൂക്ഷിക്കണം. അടുത്തത് കുജനാണ്. കുജൻ്റെ എന്ന് പറയുന്നത് പൊതുവെ അഗ്രസീവ് നേച്ചറല്ല, ഫൈറ്റിങ്, അടി ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, അതേപോലെ ആക്സിഡൻറ്റുകൾ പറഞ്ഞ പോലെ, അതുപോലെ ആരുമായിട്ടും ചേരാത്തൊരവസ്ഥ, വാക്ക് തർക്കങ്ങൾ, കേസ്, പോലീസ് സ്റ്റേഷൻ, അങ്ങനെയുള്ള ഫയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ സർജറി, അതേപോലെ പരാജയങ്ങൾ, ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്തിട്ടൊക്കെ എപ്പോഴും ഒരു കടം ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും. 6ലെ കുജൻ. രവി എന്ന് പറയുന്നത് 6ൽ നിൽക്കുമ്പോൾ പൊതുവെ കോമ്പറ്റീഷൻസ് ഒരുപാട് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ബോൺ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതൊക്കെ അതിലൂടെ കടന്നു പോകും കേട്ടോ. ഈ 6ൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് വ്യാഴബന്ധമുണ്ടെങ്കിൽ കളി വീണ്ടും മാറും കേട്ടോ. അവിടെ നമ്മൾ പ്രഡിക്ഷൻ തെറ്റിച്ച് കളയും. കാരണം അത്രയും പ്രശ്നങ്ങൾ വരാതിരിക്കും. വ്യാഴബന്ധം, വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ പോയി നിൽക്കുക, വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരിക ഒക്കെ ആണെങ്കിൽ, വ്യാഴത്തിന് അധികം ദോഷങ്ങളൊന്നും ഇല്ലാത്തൊരു ജാതകമൊക്കെ ആണെങ്കിൽ നമ്മളെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കും. എന്നാൽ പോലും 6ലെ രവി എന്ന് പറയുന്നത് പൊതുവെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളൊക്കെ ഉണ്ടാവും. എസ്പെഷ്യലി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. രവി 6ൽ നിൽക്കുന്നവർക്ക് പൊതുവെ രാഷ്ട്രീയത്തിലൊക്കെ വിജയിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ മെയിൽ ഷോവനിസം, അതുപോലെ പെണ്ണുങ്ങളാണെങ്കിൽ ഒരു അൺഎത്തിക്കൽ ഫെമിനിസം എന്നൊക്കെ പറയാം. ചുമ്മാതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ശരിക്കും ഒരു നാർസിസ്റ്റിക് രീതികൾ ഉണ്ടാവും. 6ലും 8ലും 12ലും, പ്രത്യേകിച്ച് 6ലും 8ലും രവി ബലപ്പെട്ട് കഴിഞ്ഞാൽ നാർസിസ്റ്റുകളാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ വരും.
ഉറപ്പാണ്. അവർക്ക് അവരുടേതായ ഒരിത്, മറ്റുള്ളവരുടെ ഇമോഷൻസിന് ഒരു പരിധിക്ക് മേലെ വലിയ വാല്യൂ കൊടുക്കാത്തത്, സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വേദന ഒരു പരിധിക്ക് മേളിൽ കൺസിഡർ ചെയ്യാത്ത അവസ്ഥ, ഇതൊക്കെ 6-8 ഭാവങ്ങളിലൊക്കെ രവി വന്നാൽ വരുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ ആയിട്ട് ആധുനിക സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഇതൊക്കെ ഈ 6-ലും 8-ലുമൊക്കെ രവി നിൽക്കുന്നവർക്ക് ചെറുപ്പകാലങ്ങളിൽ ഇവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ അത്രയും ദുരഭിമാനം വരത്തക്ക രീതിയിലുള്ള ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ ഇവർ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ ഒരു സബ്ജക്റ്റ്, ഇത് മാത്രമല്ല ചൊവ്വയുടെയും ശനിയുടെയും തമ്മിലുള്ളൊരു ബന്ധം വെച്ചിട്ട് പല തരത്തിലുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി രീതികളെക്കുറിച്ച് നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം. നല്ല രസമാണ് അത് പഠിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ രവി 6-ൽ നിൽക്കുമ്പോൾ പൊതുവേ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളാണ് വരുന്നത്. എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അടുത്തത് ബുധനാണ്. ബുധൻ പൊതുവേ 6-ൽ നിൽക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ നിമിത്തമുള്ള ഇററുകളാണ് കൂടുതലും ഉണ്ടാവുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പല സബ്ജക്റ്റുകളിലും ഇഷ്യൂസ് ഉണ്ടാവുക. നമ്മുടെ ശരീരത്തിലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പാർട്ടായിട്ടുള്ള വെയിൻസ്, ന്യൂറോൺസ്, അല്ലെങ്കിൽ ന്യൂറൽ കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ന്യൂറൽ ട്രാൻസ്മിഷൻ നടക്കുന്ന ഏരിയകൾ, ഇതിനൊക്കെ ക്ഷതം വരും. അല്ലെങ്കിൽ സ്കിൻ ഡിസീസസുകളാണ്, പ്രത്യേകിച്ച് വിളർച്ച, വട്ടമുള്ള പാടുകൾ, കറുത്ത പാടുകൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ. എന്താ പറയുക, നമ്മുടെ രാഹുവും ബുധനുമായിട്ടുള്ളൊരു കോമ്പിനേഷനൊക്കെ വന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ വന്നു കഴിഞ്ഞാൽ പാണ്ട് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ, ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഉള്ളൊരു സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്കൊക്കെ പോകും, കമ്മ്യൂണിക്കേഷൻ എററാവും, എല്ലാവരോടും ഒരു അരകൻ നേച്ചറായിരിക്കും, പെട്ടെന്ന് ഇരുന്ന് പോകുന്നതായിട്ടൊരു ഫീല് വരും. അടുത്തത് രാഹു 6-ാം ഭാവത്തിൽ വന്നാൽ ഫോറിൻ രാജ്യങ്ങളിൽ പോയിട്ട് കടമുണ്ടാക്കുക, ഫോറിൻ ആൾക്കാരുമായിട്ട് ശത്രുതകൾ വരിക, പുറം രാജ്യങ്ങളിൽ പോയിട്ട് കേസും വഴക്കും ഒക്കെ ആയിട്ട് ജയിലിൽ പോവുക, അതുപോലെ തന്നെ ഡ്രഗ്സ്, ആൽക്കഹോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ അഡിക്റ്റ് ആവുക. അതേപോലെ ഈ ശുക്രൻ അതേപോലെ രാഹു ബന്ധം വരുമ്പോഴാണ് ഈ പോൺ അഡിക്ഷൻസ്, അല്ലെങ്കിൽ ശുക്രന് ശനിബന്ധം വരുമ്പം വ്യാഴത്തിൻ്റെ ബന്ധമൊന്നും ഇല്ലെങ്കിൽ അതേപോലെ ഇങ്ങനെ പോൺ അഡിക്ഷൻസ്, കുറച്ചൊരു ശുക്രന് രാഹു ബന്ധം വരുമ്പോഴാണ് ഈ ഫാൻറ്റസികളോടൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യം വരുന്നത്. ഭയങ്കര ഫാൻറ്റസി ആയിരിക്കും, ഭയങ്കര പ്രകടനങ്ങൾ ഒക്കെ ഉണ്ടാവും. അതായത് പ്രത്യേകിച്ച് സെക്ഷുവൽ ഇതിനൊക്കെ ഒരു പ്രകടനങ്ങളൊക്കെ ഒരു കാര്യങ്ങളുണ്ടാവും. ഇനി അടുത്തത് ലാസ്റ്റ് ചന്ദ്രനാണ്. ചന്ദ്രൻ ഞാൻ അവസാനം വെച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ചന്ദ്രൻ 6-ൽ പോയാൽ ആങ്സൈറ്റി ഡിസോർഡറുകൾ, അതേപോലെ തന്നെ പല തരത്തിലുള്ള മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, ഈ ഉറക്കമില്ലായ്മ, അതേപോലെ പല തരത്തിലുള്ള കുഴപ്പങ്ങൾ 6-ലെ ചന്ദ്രൻ ഉണ്ടാക്കും. 6-ലെ ചന്ദ്രൻ്റെ ദശ വരുന്ന സമയത്ത് കടം, എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥകൾ, വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകേണ്ട അവസ്ഥകൾ, അമ്മയിൽ നിന്നുമൊക്കെ അകന്നു പോകേണ്ടതായിട്ടുള്ള അവസ്ഥകൾ. പൊതുവേ ചന്ദ്രദശ അത്ര സൂക്ഷിക്കേണ്ട ഒരു ദശയാണ് ചന്ദ്രദശ. ഈ ചന്ദ്രനെ പോലെ തന്നെയാണ്. ചന്ദ്രൻ എപ്പോഴും ഇങ്ങനെ ഒരു അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്കും, പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്കും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു സ്ഥിരതയില്ലാത്ത പ്ലാനറ്റാണ്. എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. വളരെ സ്പീഡാണ്, പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് കരയും, വളരെ സ്പീഡായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മെൻ്റൽ ഫ്ലക്ച്വേഷൻസ്, ഫിക്കിൾഡ് മൈൻഡഡാണ്. അപ്പോൾ പൊതുവേ ചന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ ഒരു പിടപ്പിൻ്റെ ആളാണ്. അപ്പോൾ 6-ലെ ചന്ദ്രൻ പിടയ്ക്കാനുള്ള അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6-ൽ വരുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെങ്കിലും അത് നിങ്ങളുടെ പൂർവ്വജന്മത്തിലെ ചില കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്ത പാപപുണ്യങ്ങളുടെ ഫലങ്ങൾ ഈ ജന്മം അനുഭവിക്കേണ്ടതാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങൾ ദശ വന്നില്ലെങ്കിൽ ഭാഗ്യം. 6 നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ വരാതിരിക്കട്ടെ, അതാണ് നല്ലത്. 6 നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഭൗതികപരമായിട്ടും ആധ്യാത്മികപരമായിട്ടും ഉള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യണം. ഭൗതികപരമായിട്ടെന്ന് പറയുമ്പോൾ ആ ഗ്രഹങ്ങളുടെ കാരകത്വത്തിൽ ദോഷമായിട്ട് വരാൻ സാധ്യതയുള്ളിടത്തൊന്നും പോവാതിരിക്കുകയും ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിൽ വരുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ദാനധർമ്മങ്ങളും പ്രവൃത്തികളും ധർമ്മബോധമുള്ള കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ
നിങ്ങൾ ആ ഗ്രഹത്തിൻ്റെ സൂക്ഷ്മ വിഷയത്തിൽ ഉള്ള സൂക്ഷ്മ പ്ലെയിനുകളിൽ വരുമ്പം അതിൻ്റെ ദേവതകളെ മന്ത്രങ്ങളും ജപവും ഹോമങ്ങളും പരിഹാരക്രിയകളും അതിൻ്റെ ക്ഷേത്രങ്ങളും ഒക്കെ കൃത്യമായിട്ട് പഠിച്ച് അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും ചെയ്താൽ അതിനുള്ള ഫലവും ഉണ്ടാവും. അപ്പോൾ പ്ലാനറ്റ്സ് ഇൻ 6th ഹൗസ് അല്ലെങ്കിൽ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഈ ജന്മം അതിലൂടെ തന്നെ കടന്നു പോകണം എന്നുള്ളത് ഓർക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ആണെന്നും ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ആ ഭാവം എന്നുള്ളതും ആ രാശി അതിൻ്റെ ക്വാളിറ്റീസ് ഓഫ് എക്സ്പീരിയൻസ് ആണെന്നും ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം അതിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ നിൽക്കുന്ന ഗ്രഹവും ആ രാശിയും ആ ഭാവവും കൂടെ ഒന്ന് ചേർത്തിട്ട് ഏത് വിഷയത്തിലൂടെ ആയിരിക്കും ഈ വ്യക്തി കടന്നു പോകാൻ പോകുന്നത്, അല്ലെ കടന്നു പോകുന്നത്, അല്ലെ കടന്നു പോയത് എന്നുള്ളത് പഠിക്കുക, നിരീക്ഷിക്കുക, അതിൻ്റെ ദശാകാലവും കൂടി ചേർക്കുക. ആ സമയത്ത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹുകേതുക്കളുടെയും ട്രാൻസിറ്റുകളും കൂടി നോക്കുക. അപ്പം ഏകദേശം അപ്പോൾ ഉറപ്പായിട്ടും അത് മനസ്സിലാവുകയും ചെയ്യും. പഠിക്കണേ, നിങ്ങൾ പഠിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും. നമുക്കും എല്ലാം മറച്ചു വെക്കേണ്ട കാര്യമില്ല. ജ്യോതിഷം ഇനി എല്ലാവരും പഠിക്കേണ്ടതാണ്. അപ്പം എല്ലാ വിഷയങ്ങളും അറിയാവുന്ന എല്ലാം നമുക്ക് പഠിക്കാം. ദുരുപയോഗം ചെയ്യാതെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളെ ഈ ശാസ്ത്രം സഹായിക്കുകയും ചെയ്യും. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.